ഒരു തീർത്ഥാടകൻ സ്വാമി അയ്യപ്പ മുദ്ര മാല അണിഞ്ഞാൽ ആ മാല അഴിക്കുന്നത് വരെ, പരദേവതയുടെ മുന്നിൽ ആ മാല അഴിക്കുന്നത് വരെ ആ അയ്യപ്പൻ, ആ സ്വാമി എത്രയോ ആയിരം തവണ ഉരുവിട്ടിട്ടുണ്ടാകും സ്വാമി ശരണം എന്ന ആ മന്ത്രം. അത് പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ, അത് ശബരിമലയിലേക്കുള്ള യാത്രാവേളയിൽ നടക്കുന്ന വഴികളിലൊക്കെ ആ അയ്യപ്പൻ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന മന്ത്രമാണ് സ്വാമി ശരണം എന്നുള്ളത്. അത് അയ്യപ്പൻ്റെ പ്രതിബിംബം തന്നെയാണ്. അയ്യപ്പൻ തന്നെയാണ് ആ മന്ത്രത്തിൻ്റെ സ്വരൂപൻ, അല്ലെങ്കിൽ ആ മന്ത്രത്തിൻ്റെ ആത്മാവ് അയ്യപ്പൻ തന്നെയാണ്. ധർമ്മശാസ്താവിൻ്റെ മണികണ്ഠൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ അല്പസമയത്തിനകം അവിടേക്ക് തിരുവാഭരണ പേടകങ്ങൾ വരും. ആ ശ്രീകോവിലിൻ്റെ സമീപം അവിടെ എന്താണ് നാലമ്പലവും ഒക്കെ കാണാം. അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മണിമണ്ഡപമുണ്ട്. അയ്യപ്പൻ്റെ ജീവസമാധിയാണ് മണിമണ്ഡപം. അവിടെ കളമെഴുത്തും പാട്ടുമൊക്കെ അതിൻ്റെ തുടക്കവും. ആ തീർത്ഥാടക സംഘം, അല്ലെങ്കിൽ ശരംകുത്തിയിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ സംഘത്തിൻ്റെ ആദ്യ ഭാഗം കടന്നു വരികയാണ്. അത് വലിയ നടപ്പന്തലിലൂടെ കടന്നു വരികയാണ്. ചെണ്ടമേളങ്ങൾ, അതുപോലെ വോളണ്ടിയേഴ്സിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചിങ്ങനെ കടന്നു വരികയാണ്. അവരൊക്കെ ആ പന്തളത്ത് നിന്ന് യാത്ര തുടങ്ങിയവരുണ്ടാകാം. ചിലപ്പോൾ അയ്യൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നതിൻ്റെ ഭാഗമായിട്ടുള്ളവരാകാം. കർപ്പൂര ആഴിയൊക്കെ തെളിയിച്ച്, അയ്യപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും വിശിഷ്ടമാണ് കർപ്പൂര ആഴി. അതൊക്കെ തെളിയിച്ച് അങ്ങനെ ജ്യോതിസ്വരൂപനായ അയ്യപ്പനെ വെളിച്ചത്തിൻ്റെ രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വഴികാട്ടിയായി അയ്യപ്പനുണ്ട് എന്ന വലിയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ യാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തുകയാണ്. മുത്തുക്കുടകളും തീവട്ടികളും ഒക്കെയുണ്ട്. അത് 18-ാം പടി ചവിട്ടി തീർത്ഥാടകർ സംഘം അല്പസമയത്തിനകം തിരുമുറ്റത്തേക്ക് എത്തും. ഇപ്പോഴും ആ തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ സംഘം കടന്നു വന്നിട്ടില്ല. അവരുടെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ വലിയ തീവട്ടി ഒക്കെ കാണാം. ആ തീവട്ടിയാണ് ആ തിരുവാഭരണ സംഘത്തിൻ്റെ യാത്രയുടെ ഭാഗമായി നമ്മൾ എപ്പോഴും കാണുന്നത്. അവിടെ അത് സ്വീകരിക്കാൻ പോയവർ മാലയൊക്കെ അണിഞ്ഞ് മേളങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അകമ്പടിയോടെ, മുത്തുക്കുടകളുടെ ഒക്കെ അകമ്പടിയോടെ അവരിങ്ങനെ സന്നിധാനത്തേക്ക് 18-ാം പടിയൊക്കെ ചവിട്ടാൻ തയ്യാറായി വരികയാണ്. നടപ്പന്തലൊക്കെ കടന്നങ്ങനെ വരികയാണ്. തീവട്ടികളുടെ ദീപപ്രഭ എല്ലായിടത്തും കാണാം. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അയ്യപ്പൻ എന്ന അയ്യപ്പധർമ്മ വിശ്വാസികൾ എല്ലാ തരത്തിലും കരുതുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ആ ദീപാരാധനയ്ക്ക് ഇതാ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കർപ്പൂര ദീപങ്ങൾ തെളിയിച്ച വലിയ കർപ്പൂര ആഴികൾ, അതിൻ്റെ അകമ്പടിയിൽ നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാം നടപ്പന്തലൊക്കെ കടന്നു വരുന്ന ആ തിരുവാഭരണ ഘോഷയാത്ര. അതിൻ്റെ മുൻഭാഗം ഇതാ 18-ാം പടി ചവിട്ടുകയാണ്. ഓരോ പടിയിലും തൊട്ട് വന്ദിച്ച് ആ തീർത്ഥാടക സംഘം അങ്ങനെ തിരുമുറ്റത്തേക്ക് കടന്നു വരികയാണ്. അല്പസമയത്തിനകം തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ സംഘം ശിവൻകുട്ടി എന്ന ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 26-അംഗ സംഘം അല്പസമയത്തിനകം നമ്മളുടെ മുന്നിലൂടെ കടന്ന് അവിടേക്ക് ക്ഷേത്ര സങ്കേതത്തിലേക്ക് കടന്നു പോകും. PN നാരായണ വർമ്മയാണ് പന്തളം കൊട്ടാര പ്രഭുതിയായി, രാജപ്രഭുതിയായി ഇത്തവണ വരുന്നത്. തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ സംഘം നമ്മളുടെ കൺമുന്നിലൂടെ കടന്നു പോവുകയാണ്. ആ പേടകത്തെ തൊട്ട് വണങ്ങാനും വന്ദിക്കാനും അതിൽ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കാനും ഒക്കെ കാത്തു നിൽക്കുകയാണ് ഭക്തർ. അങ്ങനെ ഇരുവശത്തും അങ്ങനെ എല്ലാവർക്കും അതിൽ ഒരു പക്ഷേ പൂക്കൾ അർപ്പിക്കാനൊന്നും അവസരം കിട്ടില്ല. പക്ഷേ അതിലൊക്കെ പ്രധാനമാണ് അത് അണിഞ്ഞ മണികണ്ഠസ്വാമിയെ അല്പസമയത്തിനകം അവർക്ക് കാണാം എന്നുള്ളത്. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ പൂക്കളൊക്കെ മാലകളൊക്കെ ചാർത്തി ആ തിരുവാഭരണ പേടകങ്ങൾ അണിഞ്ഞ ഗുരുസ്വാമിമാർ അങ്ങനെ സന്നിധാനത്തേക്ക് വളരെ പയ്യെ കടന്നു വരികയാണ്. സമയം 6:25 എത്തുന്നു. ദീപാരാധനയ്ക്ക് അല്പസമയത്തിനകം നടയടയ്ക്കും. അതിനു മുമ്പ് ഈ പേടകങ്ങളൊക്കെ സന്നിധാനത്ത് ഏറ്റുവാങ്ങി അത് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. ശ്രീകോവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നടയടയ്ക്കും. ആ സമയത്ത് അവിടെ ഇടയ്ക്ക കൊട്ടിയുള്ള സോപാന സംഗീതം സന്നിധാനത്ത് മുഴങ്ങും. അത് അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള സോപാന സംഗീതം മുഴങ്ങും. ഏതാനും മിനിറ്റുകൾ 18-ാം പടി കടക്കുകയാണ് ആദ്യ പേടകം. അത് 18-ാം പടി കടന്ന് തിരുമുറ്റത്തേക്ക് എത്തുകയാണ്. മണികണ്ഠസ്വാമിക്ക് പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് നൽകിയ ആ തിരുവാഭരണങ്ങൾ ഓരോ സമയത്തും ഓരോ തീർത്ഥാടന കാലത്തും വലിയ ആചാര പെരുമയോടെ പന്തളത്ത് നിന്ന് പരമ്പരാഗത കാനന വഴിയിലൂടെ തിരുവാഭരണ പാതയിലൂടെ കടന്നു വരികയാണ്. ആ തിരുമുറ്റത്ത് നിന്ന് പൂക്കൾ അർപ്പിച്ച് സ്വീകരിക്കുകയാണ്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും പൂക്കൾ അർപ്പിച്ച് മാലകൾ അർപ്പിച്ച തിരുവാഭരണ പേടകത്തെ ആ തിരുമുറ്റത്തേക്ക്
കൊടിമരച്ചോട്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശരണം വിളികൾ കൊണ്ട് മുഖരിതമാണ് സന്നിധാനം. എല്ലായിടത്തും അയ്യപ്പ ശരണമയ്യപ്പ മന്ത്രങ്ങൾ മുഖരിതമാവുകയാണ്. ഇനി കൊടിമരച്ചുവട്ടിലൂടെ നേരെ അത് വലിയ ബലിക്കല്ല് കടന്ന് സന്നിധാനത്തേക്ക് പോകും. വലിയ ബലിക്കല്ല് എന്നത് ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്ര പ്രതിഷ്ഠയുടെ സർവ്വസൈന്യാധിപനാണ് ആ വലിയ ബലിക്കല്ലിൽ അവിടെ കുടികൊള്ളുന്നത്. ആ വലിയ ബലിക്കല്ലിനെ, ആ സർവ്വസൈന്യാധിപനെ വണങ്ങിയാണ് തിരുവാഭരണ പേടകങ്ങൾ ഇതാ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നത്. മാളികപ്പുറത്തേക്കും മണിമണ്ഡപത്തിലേക്കും ഒക്കെയുള്ള പേടകങ്ങൾ വേറെ വേറെയുണ്ട്. എല്ലാം അതത് സ്ഥാനങ്ങളിലേക്ക് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഏറ്റുവാങ്ങി കൊണ്ടുപോകും. തുടർന്ന് നടയടയ്ക്കും. അവിടെ തിരുമുറ്റവും കടന്ന് കൊടിമരത്തെ വലം വെച്ച്, കൊടിമരച്ചുവടിനെ വലം വെച്ച് വലിയ ബലിക്കല്ലിനെ വണങ്ങി തിരുവാഭരണ പേടകങ്ങൾ അവിടേക്ക് എത്തുകയാണ്. ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുകയാണ്. അതിനെ തൊട്ടു വണങ്ങാനൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്കിടയിലൂടെയാണ് തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്ര നമ്മളുടെ മുന്നിലൂടെ കടന്ന് അയ്യപ്പൻ്റെ മണികണ്ഠസ്വാമിയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ, തീർത്ഥാടകർ അവിടേക്ക് കടന്നു വരികയാണ്. അവരെയൊക്കെ ഇനിയും ഈ ദീപാരാധന സമയമാവുമ്പോഴായിരിക്കും അവർക്കൊക്കെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക. അല്പസമയത്തിനകം അവിടെ തിരുനട അടയ്ക്കും. എനിക്ക് തോന്നുന്നത് അവിടെ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീകോവിലിൽ എല്ലാവരെയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാക്കിയാണ് പോലീസ് അയ്യപ്പന്മാർ എല്ലാവരെയും നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന മാലയൊക്കെ അവിടെ സൂക്ഷിക്കുകയാണ്. അതൊക്കെ അവിടെ ഏറ്റുവാങ്ങി സൂക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ ദീപാരാധനയുടെ സമയമാണ്. 6:40 ദീപാരാധന. നമ്മൾ ചക്രവാളത്തിൽ അവിടെ പൊന്നമ്പലമേടിനെ നമുക്ക് കാണാം. വളരെ വിദൂരമായി പൊന്നമ്പലമേടിനെ കാണാം. അയ്യപ്പൻ്റെ ദീപാരാധനയ്ക്ക് നടയടച്ചു. അവിടെ സോപാന സംഗീതം മുഴങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.